എന്തോ കടിച്ച് കടിച്ച് പാമ്പാണോ എന്തോന്ന് അറിയത്തില്ല അതുപോലെ ഈർക്കിലോ വല്ലതും കൊണ്ടായിരിക്കും ഒന്നുമില്ല വല്ല ഈർക്കിലോ വല്ലതും കൊണ്ടായിരിക്കും ഒരു ടെൻഷൻ അടിക്കണ്ട നമുക്ക് വണ്ടി വിളിക്കാം ഹോസ്പിറ്റലിൽ പോവാം ഇതിനെ കെട്ടി വെക്കരുതെന്ന് പറഞ്ഞ എന്താ സന്ധ്യയുടെ ഇപ്പൊ മുറിവ് ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്തായിട്ട് കെട്ടിവെക്കാം പക്ഷേ കെട്ടിവെക്കരുതെന്ന് പറയാൻ കാര്യം ഇത് കടിക്കുമ്പോൾ തന്നെ വിഷമൊക്കെ മേളിലോട്ട് കയറി പോകും പിന്നെ ഇങ്ങനെ കെട്ടിവെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊരു ധൈര്യം മനസ്സിനൊരു ആത്മവിശ്വാസം കിട്ടാനായിട്ടാ മേലോട്ട് കയറില്ലെന്ന് മനസ്സാണല്ലോ മനസ്സിൻ്റെ ആ ഹൃദയടിപ്പ് കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയടിപ്പ് കുറക്കുക ടെൻഷൻ അടിക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ കെട്ടിവെക്കുമ്പോൾ ടൈറ്റ് ആവരുത് സാധാരണ ഡോക്ടർമാരൊക്കെ പറയുന്നത് നമ്മൾ ഒരു വിരൽ കയറുന്ന രീതിക്ക് നൈസായിട്ട് കെട്ടിവെക്കാവുള്ളൂ കാരണം ഈ കെട്ടുകൊണ്ട് നാളെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ലൂസാക്കി കെട്ടിയാൽ മതി വേറെ മനസ്സിൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് കെട്ടിവെക്കുന്നത് കഴിവിയാലോ കഴുകാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സോപ്പ് ഇട്ട് കഴുകാൻ പാടില്ല നമ്മൾ സാധാ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകുക അത് മസാജ് ചെയ്തൊന്നും കൊടുക്കരുത് സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ ബ്ലഡ് ഇച്ചിരി എടുത്ത് കളഞ്ഞാൽ അങ്ങനെ എടുത്ത് കളയാനൊന്നും പാടില്ല എന്ന് വെച്ചാൽ ചിലർ ഈ മുറിവിൽ ഇങ്ങനെ കീറിയിട്ടൊക്കെ എടുത്ത് കളയും ചിലർ വാ കൊണ്ട് വലിച്ചെടുത്ത് കളയാൻ ശ്രമിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഈ ഐസ് വെച്ചാൽ ഇപ്പൊ അരപ്പ് ഉണ്ട് ഐസ് ഒന്നും വെക്കാൻ പാടില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ വെച്ച് നമ്മുടെ കോശങ്ങളൊക്കെ നശിച്ചു അങ്ങനെ ഐസ് ഒന്നും വെക്കാൻ പാടില്ല കൃത്യമായിട്ടൊന്ന് കഴുകുക എത്രയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയും വേഗം നമ്മൾ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആള് ചിലപ്പോൾ ഒന്ന് കിടക്കണമെന്ന് പറയും കിടത്തരുത് വെള്ളം കുടിക്കണമെന്ന് പറയും വെള്ളം കൊടുക്കരുത് ഒന്ന് കഴിക്കാനോ കുടിക്കാനോ പാടില്ല അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും ദഹനം നടക്കുമ്പോൾ ഹൃദയടിപ്പ് കൂടും അപ്പോൾ വീണ്ടും എല്ലായിടത്തേക്കും ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യമാണ് ഈ സമയത്ത് ചെരുപ്പ് ഊരി മാറ്റുക പിന്നെ കയ്യില ഇതൊക്കെ ഇങ്ങനെയുള്ള ബാൻഡുകളൊക്കെ ഊരുക മോതിരങ്ങളൊക്കെ ഊരി മാറ്റുക വാച്ച് ഉണ്ടെങ്കിൽ വാച്ചൊക്കെ ഊരി മാറ്റുക എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ നീര് വെക്കാൻ സാധ്യതയുണ്ട് നീര് വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല ഇറുകി ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഇറുകിയ സംഭവങ്ങൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുക ലൂസാക്കി ധരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലോട്ട് ഉടനെ പോവുക സന്ധ്യട്ടാ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിൽ പോവുക അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചികിത്സ കിട്ടും അല്ലാതെ ഒരു സാധാരണ ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആന്റിവെനിൽ അവർ അടുത്ത ഹോസ്പിറ്റലിലോട്ട് വിടും അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എത്രയും വേഗം എന്ത് ചെയ്യും ആന്റിവെനുള്ള ഹോസ്പിറ്റലിൽ പോകുക ഒട്ടുമിക്ക സർക്കാർ ഹോസ്പിറ്റലുകൾ എന്തുണ്ടാവും ആന്റിവെനം ഉണ്ടാവും അപ്പോൾ ഈ നമ്പറെല്ലാം എടുത്ത് കറക്റ്റ് ആക്കി ഈ നമ്പറെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക നമ്മുടെ വീടിനടുത്ത് ഏതാണോ ആന്റിവെനുള്ള ഹോസ്പിറ്റലൊക്കെ ലിസ്റ്റൊക്കെ എടുത്ത് വെക്കുക ഇപ്പൊ തന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ഏറ്റവും കൂടുതലും പാമ്പ് കടി കേൾക്കുന്ന കുട്ടികൾക്കാണ് ഇപ്പൊ ഇന്നും കണ്ടുവരുന്ന ഒരു സംഭവം അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കടിയേറ്റ ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് ഇവരൊന്നും ശ്രദ്ധിക്കില്ല പെട്ടെന്ന് കടിച്ചാൽ അവർ ഈർക്കിലുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിണ്ടില്ല രാത്രി ആകുമ്പോഴായിരിക്കും ഇവർക്ക് വയറുവേദന എടുക്കും അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും തലവേദന തലകറക്കം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളമോ കൊടുത്ത് ഇരുത്ത് അങ്ങനെ ചെയ്യരുത് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അവരെ ഉടനെ തന്നെ എന്ത് ചെയ്യുക ഹോസ്പിറ്റലിൽ എത്തിക്കുക ഡോക്ടർ നോക്കിയിട്ട് കൃത്യമായ കാര്യം പറയും ഇപ്പം പാമ്പ് കടിച്ചതാണെങ്കിൽ ചികിത്സ ചെയ്യട്ടെ പാമ്പ് കടിച്ച അല്ലെങ്കിൽ സന്തോഷത്തോടെ വീട്ടിലോട്ട് മടങ്ങുക അത്രേ ഉള്ളൂ പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈർപ്പമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങൾ പുറത്ത് ചൂടല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇതുങ്ങളൊക്കെ അകത്തേക്ക് വരുന്നത് അപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ അടിഭാഗത്ത് പിന്നെ മറ്റേ തലേണയുടെ അടിഭാഗത്ത് പിന്നെ നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് നോക്കുക തലേണയൊക്കെ കൊട്ടി വിരിക്കുക കട്ടിലടി ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക